റോയൽ സിൽക്സ്, റോയൽ ജംഗ്ഷൻ, TB റോഡ്, ഒറ്റപ്പാലം. ആക്ച്വലി ഞാൻ കാസർഗോഡ് നിന്ന് എറണാകുളം വരെ വരുന്നതാണ്. അപ്പോൾ ഷൊർണൂർ കഴിഞ്ഞ് ഒരു 100 മീറ്റർ കഴിയുമ്പോഴാണ് വണ്ടി ഫെയിലിയർ ആണ്. അപ്പോൾ ഇവർ ആദ്യം ഒന്നും പറഞ്ഞില്ല. ആദ്യം എന്തോ ബാറ്ററി ഡൗൺ അല്ലെങ്കിൽ ടെക്നിക്കൽ ഇഷ്യൂ എന്നാണ് പറഞ്ഞത്. പിന്നെയാണ് എഞ്ചിന് എന്തോ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവർ അനൗൺസ് ചെയ്തില്ലായിരുന്നു എന്താ പ്രോബ്ലം എന്നുള്ളത്. പക്ഷെ പിന്നീട് ഇവർ അനൗൺസ് ചെയ്ത് വണ്ടി ഷൊർണൂരിലേക്ക് ബാക്കിലോട്ട് വലിച്ചിടും. അതേപോലെ ഷൊർണൂർ കഴിഞ്ഞ ഐ തിങ്ക് ഒരു 200 മീറ്റർ മാത്രമേ മുമ്പോട്ട് പോയുള്ളൂ. ഷൊർണൂർ കഴിഞ്ഞ് ബാക്കിലേക്ക് ഇടുന്നു പറഞ്ഞു. 8 കഴിഞ്ഞിട്ട് ഡോറ് തുറന്നിരുന്നു പറഞ്ഞു. പക്ഷെ ഈ ഡോറ് തുറന്നിട്ട് എന്താ ചെയ്യേണ്ടത് ആൾക്കാർക്ക് ആരും അറിയില്ല. ഇതിനകത്ത് എയർപോർട്ടിൽ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവർക്കാണ് മെയിൻ എമർജൻസി ആയിട്ട് പോകേണ്ട ആൾക്കാർ. അപ്പൊ പിന്നെയാണ് ഇവർ പറയണത് ഇന്റർസിറ്റി ഉണ്ട് തൊട്ടപ്പുറത്ത്. പക്ഷെ ഇന്റർസിറ്റിക്ക് ഒരു പ്രശ്നമുണ്ട്, എറണാകുളം വരെ ഇന്റർസിറ്റി ഉള്ളൂ. അപ്പൊ അങ്ങനെ കുറെ പ്രശ്നങ്ങളാണ് മൊത്തത്തിൽ നടന്നത്. പിന്നെയാണ് ഇവർ ഇപ്പൊ അനൗൺസ് ചെയ്തേക്കുന്നത് ഇപ്പൊ പോകും, ഒരു 8 മണിക്കുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് പോകുമെന്ന് പറഞ്ഞേക്കുന്നത് ഇപ്പോഴാണ്. അതാണ് ഇപ്പൊ ഇതുവരെ ഉള്ള ഒരു സ്റ്റേറ്റസ്. നെഗറ്റീവ് മാത്രമല്ല, ഇവരെന്താ വെച്ചാൽ പെട്ടെന്ന് തന്നെ ആൾക്കാരുടെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അങ്കമാലിയിൽ സ്റ്റോപ്പ് ഇട്ടെന്നവർ. അതായത് ആക്ച്വലി അങ്കമാലി ഇവര് സ്റ്റോപ്പ് ഇല്ല. പക്ഷെ എയർപോർട്ടിലെ ആൾക്കാരെ പരിഗണിച്ചുകൊണ്ട് അങ്കമാലി സ്റ്റോപ്പ് വന്നു. അവിടെ നിന്ന് ഓൺ പേയ്മെന്റിൽ ടാക്സിയും കൂടി അറേഞ്ച് ചെയ്തു. അതായത് പേയ്മെന്റ് നമ്മൾ കൊടുത്തിട്ട് പക്ഷെ ടാക്സികൾ കുറെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. ഫെയിലിയർ ഉണ്ടെങ്കിലും മാക്സിമം അവരെ പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. വന്ദേ ഭാരത് തീവണ്ടി ബുധനാഴ്ച വൈകിട്ട് 5:30 ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തുകയും 5:30 തന്നെ തുടർ യാത്ര ആരംഭിച്ച ഉടൻ 100 മീറ്റർ നീങ്ങിയ ഉടനെ തന്നെ റെയിൽവേ മേൽപ്പാലം ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള റെയിൽവേ മേൽപ്പാലം എത്തുന്നതിന് തൊട്ടു മുമ്പായി സാങ്കേതിക തകരാറ് മൂലം നിൽക്കുകയായിരുന്നു. ആദ്യം തീവണ്ടിക്കകത്തെ ലൈറ്റുകൾ ഓഫ് ആവുകയും പിന്നീട് AC ഓഫ് ആവുകയും ചെയ്തു. ഉടൻ തന്നെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു യാത്രക്കാർ പറയുന്നു. അതിനോടൊപ്പം തന്നെ തുടർന്ന് വൈദ്യുതിയും അതുപോലെ തന്നെ AC പ്രവർത്തനക്ഷമമായെങ്കിലും പിന്നീട് തീവണ്ടി മുന്നോട്ട് നീങ്ങാത്ത സാഹചര്യമായിരുന്നു. ഉടൻ തന്നെ യാത്രക്കാർക്ക് റെയിൽവേയുടെ ഭാഗത്തു നിന്നുള്ള ഇൻഫർമേഷൻ ഉണ്ടായിരുന്നെങ്കിലും ഉടൻ തന്നെ യാത്ര പുറപ്പെടുമെന്ന സാങ്കേതിക തകരാറ് പരിഹരിച്ച് ഉടൻ യാത്ര തുടങ്ങുമെന്ന് ഒരു അറിയിപ്പ് വന്നെങ്കിലും അതുണ്ടായില്ല. ഏതാണ്ട് 2.5-3 മണിക്കൂറോളമായി ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ചേർന്ന് തന്നെ വണ്ടി നിന്നു. പിന്നീട് 1.5 മണിക്കൂറിന് ശേഷം മറ്റൊരു എൻജിൻ പുറകിൽ ഘടിപ്പിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെ തിരിച്ച് വലിച്ച് നീക്കിയതിനു ശേഷം മുമ്പിലേക്ക് മറ്റൊരു എൻജിൻ ഘടിപ്പിച്ച് വണ്ടി തുടർ യാത്ര ചെയ്യാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഏതാണ്ട് 8:30 മണിയായിട്ടും അതിൽ സിഗ്നൽ തകരാറുകളും സാങ്കേതിക തകരാറുകളും പരിഹരിച്ച് മുന്നോട്ട് പോകാനായിട്ടില്ല. അത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതാണ് പറയുന്നത്. എന്നാൽ ഇതിനിടെ റെയിൽവേ ഈ ട്രെയിനിനകത്തുണ്ടായിരുന്ന കൊച്ചി എയർപോർട്ടിൽ നിന്ന് തുടർ യാത്ര ചെയ്യേണ്ട കുറച്ചധികം യാത്രക്കാരുണ്ടായിരുന്നു. ഇവർക്ക് പ്രത്യേകിച്ച് സൗകര്യങ്ങൾ ലഭിക്കാതെ ഉള്ള ഒരു ചെറിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. ഉടൻ തന്നെ അത് പരിഹരിക്കാനായി റെയിൽവേ തൊട്ടടുത്ത് തന്നെ ഇന്റർസിറ്റി ഉണ്ടായിരുന്നു. ഇതിലേക്ക് മാറിക്കയറാൻ അത്യാവശ്യമുള്ളവർക്ക് എയർപോർട്ടിലേക്ക് പോകേണ്ട ടൈം വൈകുമെന്ന് തോന്നുന്ന യാത്രക്കാർക്ക് അത് ഉപയോഗിക്കാമെന്നുള്ള ഒരു അറിയിപ്പ് കൊടുത്തു. അതിനുശേഷം ചില യാത്രക്കാർ ഷൊർണൂരിലിറങ്ങി ടാക്സിയിലും എയർപോർട്ടിലേക്ക് പോവുകയുണ്ടായി. അതിനുശേഷം തുടർന്ന് എൻജിൻ ഘടിപ്പിച്ച് യാത്ര തുടരാൻ തയ്യാറായി നിൽക്കുന്ന വന്ദേ ഭാരതിന് റെയിൽവേ പ്രത്യേകിച്ച് അങ്കമാലിയിൽ ഒരു സ്റ്റോപ്പും അനുവദിച്ചിട്ടുണ്ട്. ഈ സ്റ്റോപ്പിൽ ഫ്ലൈറ്റ് യാത്രയ്ക്കുള്ള യാത്രക്കാർക്ക് വേണ്ടിയുള്ള ഒരു ടാക്സിയും അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്, റെയിൽവേയുടെ അറിയിപ്പ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വന്ദേ ഭാരത് തീവണ്ടിയിൽ യാത്രക്കാർക്കുണ്ടായ അസൗകര്യം പരിഹരിക്കാൻ പരമാവധി ശ്രമം റെയിൽവേയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതിനൊന്നും പരിഹാരം കാണണം. വേറെ
ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം. കണ്ടു തുടങ്ങുക.